ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് ഈ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അതിപ്പോൾ എനിക്ക് ക്ലിയർ ആയിട്ടുണ്ട്. വേറൊന്നുമല്ല, കോടതി വിധി വന്നേക്കുവാണ്. പോലീസിനോടാണ് കോടതി പറഞ്ഞിട്ടുള്ളത്, രാഹുൽ മാങ്കൂട്ടത്തിനെ നിർബന്ധിതമായി നിയമ നടപടിക്ക് വിധേയനാക്കാൻ പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഒളിവിലാണല്ലോ. ഒളിവിൽ നിന്ന് പുറത്തു വന്നാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കാനോ കോടതി പോലീസിനോട് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സാധ്യമല്ല. അത് നിർബന്ധിത ബലപ്രയോഗത്തിലൂടെ നടപടിയെടുക്കാനോ നിർബന്ധിത നിയമ നടപടിക്ക് ഈ പറഞ്ഞിട്ടുള്ള വിധേയനാക്കാനോ പാടില്ല എന്നുള്ളൊരു ഉത്തരവാണ് കോടതി ഇപ്പം പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. എന്താ അല്ലേ, ഇത്രയും തെളിവുകളൊക്കെ കൊടുത്തിട്ടും ഇത്രയും ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ പറഞ്ഞല്ലോ, കോടതിക്ക് തെളിവാണ്. അല്ലാതെ വാഗൊണ്ട് പറയുന്നതും ഈ മാപ്രകളായിട്ടുള്ള കുറേ മാധ്യമ പ്രവർത്തകന്മാരുണ്ടല്ലോ, മാമാപ്പണി എടുക്കുന്ന മാപ്രകളായിട്ടുള്ള, അപ്പോൾ അവന്മാർക്കൊക്കെ കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ കോടതി വിധി. ആദ്യത്തെ കേസിൽ തന്നെ കോടതി അറസ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാമത്തെ കേസിലും കോടതി പറഞ്ഞേക്കുവാണ് നിർബന്ധിത നിയമ നടപടി എടുക്കാൻ പാടില്ല എന്ന്. അപ്പം ഇന്ന് രണ്ടാമത്തെ പരാതിക്കാരിയായിട്ടുള്ള ബാംഗ്ലൂരുകാരി, ആ കുട്ടി കൊടുത്തിട്ടുള്ള മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇന്ന് മാധ്യമങ്ങളിലൂടെ വാർത്തകളിലൂടെ കേട്ടതാണ്. അത് ക്രൂരമായിട്ടാണ് പീഡിപ്പിച്ചതെന്ന് പറയുന്നത്. മാസകാലം മുറിവേൽപ്പിച്ച് ഒരു പരസ്പരം ഇഷ്ടത്തോടു കൂടി പരസ്പരം സ്നേഹത്തോടു കൂടി കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് കൂടെ പോയി ഒരു പെൺകുട്ടിയെ ഇത്രയും ക്രൂരമായിട്ട് പീഡിപ്പിക്കേണ്ട കാര്യം എന്താണ്? ഇത് വല്ല മുൻവൈരാഗ്യം വല്ലതും ഉണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിന്? മാസകലം മുറിവേൽപ്പിച്ചിട്ടാണ് പീഡിപ്പിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പീഡിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞൊരു കാര്യം, ഐ വാണ്ട് റേപ്പ് യു. ഇതെന്തോടെ ഇത്? മറ്റേ ഇല്ല ഇംഗ്ലീഷ് സിനിമയുടെ വല്ല ഷൂട്ടിംഗ് എങ്ങാണോ ഇത് പീഡിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഐ വാണ്ട് റേപ്പ് യു എന്ന് പറഞ്ഞിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് കേട്ടിട്ട് ശരിയാണ് വരുന്നത് അല്ലേ. നമ്മളിപ്പോൾ ഒരാൾ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോയി പീഡിപ്പിച്ചാൽ പോലും ഈ പറഞ്ഞിട്ടുള്ള ഇപ്പം മാസകലം മുറിവേൽപ്പിച്ച് പീഡിപ്പിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ആ കിട്ടുന്ന ടൈം എത്രത്തോളം അയാൾ ആ പെൺകുട്ടിയെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുമോ അത്രത്തോളം ഉപയോഗപ്പെടുത്താനേ ശ്രമിക്കും അല്ലേ. അപ്പോൾ അവിടെ ഈ മാസകലം മുറിവേൽപ്പിച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് കുറേ മാസ് ഡയലോഗ്, ഐ വാണ്ട് റേപ്പ് യു എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ സമയം വേസ്റ്റ് ചെയ്യാൻ നിൽക്കുമോ? ഇല്ല. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞ കേട്ടോ. ഇപ്പം ഇവിടെ രാഹുൽ മാങ്കൂട്ടം ഇതൊക്കെ ചെയ്തെന്നാണ് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് ഇതൊക്കെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? ഇവർ പരസ്പരം ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ പരസ്പരം കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, കഴിക്കാം. രാഹുൽ അങ്ങോട്ട് ചോദിക്കുന്ന സമയത്ത് ഇപ്പം ഇങ്ങോട്ട് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, കുട്ടിക്കും താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ കൂടെ പോകുന്നത്. ആ കൂടെ പോയി കഴിഞ്ഞിട്ട് മാസകലം മുറിവേൽപ്പിച്ച് റേപ്പ് ചെയ്യുന്നു. ഇതെന്തോടെ ഇത്? സത്യം പറഞ്ഞാൽ സിനിമ പോലും തോറ്റുപോകും ഈ ഒരു സ്റ്റോറിയിലെ മുമ്പിൽ. കാരണം അത്രയ്ക്കും ഒരു ഈ സ്ക്രിപ്റ്റ് കൊള്ളത്തില്ല. സ്ക്രിപ്റ്റ് പൊളിഞ്ഞ സ്ക്രിപ്റ്റാണ്. കോടതിക്ക് അത് മനസ്സിലായതുകൊണ്ട് മാത്രമാണ് കോടതി ഈ ഒരു കേസ് 7 അയലത്ത് പോലും കോടതി എടുക്കാത്തത്. ഇപ്പം കണ്ടില്ലേ, ഇത്രയും 2 പരാതി വന്നിട്ട് പോലും കോടതി എടുത്ത നടപടി എന്താണ്? കാരണം ഒരു സൈഡ് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ രാഹുലിനെ ന്യായീകരിക്കുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ കോൺഗ്രസ് എന്നൊരു പ്രസ്ഥാനത്തെ എനിക്ക് വെറുപ്പാണ്. കാരണം എന്താ പറയുമോ, ഇപ്പം നമ്മൾ ഉമ്മൻചാണ്ടിയുടെ കേസ് നോക്കിയാലേ ഒരു അലിഗേഷൻ വരുന്ന, ഒരു ആരോപണം വരുന്ന, ഞാൻ പറഞ്ഞല്ലോ, ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ആർക്ക് വേണമെങ്കിലും ഇതുപോലെ അലിഗേഷനും ഇതുപോലുള്ള ആരോപണങ്ങളൊക്കെ വരുന്ന സമയത്ത് മറ്റേ പുറങ്കാലം കൊണ്ട് തൊഴുത് കളയാതെ അതിനെതിരെ പ്രതികരിക്കുക, സത്യമുണ്ടോ എന്ന് ആ ആരോപണം വന്ന വ്യക്തിയുടെ ഭാഗത്തുനിന്ന് തെളിയുന്നത് വരെ അയാളെ കൂടെ നിൽക്കണം. അതാണ് വേണ്ടുന്നത്. ഉമ്മൻചാണ്ടിയുടെ കേസ് എടുത്ത് നോക്ക്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ കോൺഗ്രസ് പാർട്ടി, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ രാഹുൽ എന്നൊരു ചെറുപ്പക്കാരൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ രാഹുലിന് വേണ്ടിയിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പം അല്ലാതെ ഈ ഒരു പാർട്ടിയെ കണ്ടിട്ടല്ല. ഈ ഒരു പാർട്ടി വേസ്റ്റ് എന്ന് വെച്ചാൽ വെറും വേസ്റ്റ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്, ഒരു 4-5 മുതിർന്ന കുറേ നേതാക്കന്മാരെന്ന് പറഞ്ഞ കുറേ കിഴങ്ങന്മാർ കയറി തലപ്പത്തിരിപ്പുണ്ട്. അപ്പം അവർ പറയുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അവരെടുക്കുന്ന തീരുമാനങ്ങളാണ് ബാക്കിയുള്ള താഴോട്ടുള്ള പ്രവർത്തകർ സ്വീകരിക്കേണ്ടതെന്നുള്ളൊരു മട്ടിലാണ് അവരെ പോക്ക്. അപ്പം ഇവിടെ രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. ശിക്ഷിക്കപ്പെടുന്നില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കോടതിയിൽ തെളിയുവാണെങ്കിൽ അപ്പം തെളിയട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അല്ലാതെ തെളിയുന്നത് വരെ
ഈ പറഞ്ഞിട്ടുള്ള ഒരാളെ മാത്രം ക്രൂശിക്കുന്നത് ശരിയല്ല. ഇവിടെ ഈ രണ്ട് പെൺകുട്ടികൾ വന്നല്ലോ. ഈ രണ്ട് പെൺകുട്ടികളെയും സമ്മതം കൂടാതെയല്ല രാഹുൽ ആ പെൺകുട്ടികളെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ പോയിട്ടുള്ളത്. ആ പെൺകുട്ടികളെ സമ്മതം മൂലമാണ് ആ പെൺകുട്ടികളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും എല്ലാം ചെയ്തത് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് പറയാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ 100% തെറ്റുണ്ടെന്ന്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്ത. മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി, ഉത്തരവ് വരെ അറസ്റ്റ് പാടില്ല എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഉത്തരവ്. ജാമ്യാപേക്ഷയിൽ ഉത്തരവ് മറ്റന്നാളാണ് വരിക. ആ ഉത്തരവ് വരുന്നത് വരെ അറസ്റ്റ് പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ മാങ്കൂട്ടത്തിലെ ആദ്യ കേസിൽ ഹൈക്കോടതിയും അറസ്റ്റ് തടഞ്ഞുകൊണ്ട് പ്രധാനപ്പെട്ട ഉത്തരവ് മുന്നോട്ട് വെച്ചിരുന്നു. ഇടക്കാല ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരുന്നു. ആദ്യ കേസിലും അറസ്റ്റ് പാടില്ല. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന 15-ാം തീയതി വരെയാണ് ആ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ കേസിലും അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. BL അരുൺ ചേരുകയാണ്. അരുൺ, രാഹുൽ മാങ്കൂട്ടത്തിലെ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ടുള്ള ഈ കോടതി വിധികളിൽ മാപ്രകൾ എനിക്ക് തോന്നുന്നു ഒരുപാട് കരയുന്നുണ്ടായിരിക്കാം. ഇപ്പം നാളത്തെ ഇലക്ഷനിൽ രാഹുൽ മാങ്കൂട്ടം വന്നാൽ തന്നെയും അവിടെ നല്ല രീതിയിലുള്ള സംഘർഷം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നല്ല രീതിയിലുള്ള സംഘർഷം ഉണ്ടാകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൂട്ടം ആളുകൾ രാഹുലിൻ്റെ പതനം കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. രാഹുലിൻ്റെ തകർച്ച, രാഹുൽ മാങ്കൂട്ടത്തിന് എങ്ങനെയെങ്കിലും തകർക്കണം എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവരെന്തായാലും പ്രശ്നം ഉണ്ടാക്കും, അത് വേറെ ആരും. അപ്പം എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇലക്ഷന് വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു കേസിൻ്റെ ഒരു സ്ഥിതിഗതികളൊക്കെ കുറച്ചും കൂടെ മനസ്സിലായി പുറത്തോട്ട് വന്നതിന് ശേഷം ഇപ്പം തന്നെ കണ്ടില്ലേ എല്ലാം രാഹുലിന് അനുകൂലമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ രണ്ട് പെൺകുട്ടികളെ, ഈ എരയെന്ന് പറയുന്ന രണ്ട് അതിജീവിത എന്ന് പറയുന്ന രണ്ട് പെൺകുട്ടികളെയും ഭാഗത്തു നിന്നുള്ള മൊഴികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ശക്തമായിട്ടുള്ള മൊഴികളാണ് അല്ലേ. അപ്പം മൊഴികൾ മാത്രമേ ഉള്ളൂ, തെളിവുകളൊന്നുമില്ല, അത് വേറെ കാര്യം. കോടതിക്ക് വേണ്ടുന്ന തെളിവുകളാണ്. ഇവിടെ രാഹുലിൻ്റെ ഭാഗം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രാഹുലിന് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം രാഹുലിനെ ന്യായീകരിക്കുമല്ല. രാഹുലിന് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഉഭയകക്ഷി ഇപ്പം രണ്ടുപേരെയും സമ്മതത്തോടെ കൂടിയാണ് രാഹുൽ ഇവരുമായിട്ട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കോടതിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിനകത്ത് കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചുമ്മാ കോടതിയുടെ സമയം വേസ്റ്റ് ചെയ്യാനേ പറ്റൂ അല്ലേ. നേരെ മറിച്ച് ബലാത്കാരമായിട്ടാണ്, പെൺകുട്ടിയുടെ സമ്മതം ഇല്ലാതെയാണ് ബലാത്കാരം തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് റേപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുവാണെങ്കിൽ അതിന് ഒരു കോടതിയിൽ പറയുന്നതിൽ എന്തെങ്കിലും ഒരു പ്രസക്തി ഉണ്ടെന്നെങ്കിലും പറയാം അല്ലേ. ഇത് എന്താണ് ചുമ്മാ കോടതിയുടെ സമയം പോക്കാനായിട്ട് ഈ ഒരു കേസ് അവിടെ ചെന്ന് എടുത്തിട്ട് വാദിച്ച് ലാസ്റ്റ് എന്താണ് പൊടിയും കൈയും തട്ടി ഇറങ്ങി വരേണ്ട അവസ്ഥയാണ് കാണുന്നത് അല്ലേ. അപ്പോൾ ഈ കേസൊന്നും ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല. ഇതൊക്കെ ഇപ്പം രാഷ്ട്രീയ മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു കേസ് ഇത്രയും ചർച്ചയാവുന്നത്. നേരെ മറിച്ച് ഒരു സാധാരണക്കാരനാണ് ഈ ഒരു കേസിനകത്ത് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ പറയാം, എന്തായിരിക്കും അവസ്ഥ? ഒരു സാധാരണക്കാരനെതിരെയാണ് ഈ ഒരു കേസ് വരുന്നെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും മാധ്യമങ്ങൾ, മാപ്രകളായിട്ടുള്ള മാധ്യമങ്ങൾ ഇത്രയും ആവേശം കാണിക്കുമോ? ഇത് രാഹുൽ മാങ്കൂട്ടം ആയതുകൊണ്ട് മാത്രമല്ല ഇത്രയും ആവേശം കാണിക്കുന്നത്. വേറെ ആരെങ്കിലും ആണെങ്കിൽ ഈ സാധാരണക്കാരൻ പോട്ട്, ഇനി വേറെ ഏതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകനോ ഏതെങ്കിലും ഒരു MLA ആണെങ്കിൽ മുകേഷിൻ്റെ കാര്യം എന്തായി? മുകേഷിന് ഈ കേസ് വന്നിട്ട്, മുകേഷിൻ്റെ പേരിൽ പെണ്ണ് കേസ് വന്നിട്ട് എന്തായി? വല്ലതും നടന്നോ? മുകേഷിനെ പുറത്താക്കിയോ? മുകേഷിനെ എടുത്ത് കളഞ്ഞോ? ഇല്ല. അപ്പം ഇത് രാഹുൽ മാങ്കൂട്ടത്തിലായതുകൊണ്ട് രാഹുലിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കി സൈഡിൽ വെക്കണമെന്നുള്ളൊരു ചിന്താഗതിയാണ്. സ്വന്തം പാർട്ടിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വരെ ആ ഒരു ചിന്താഗതിയാണ്. മനസ്സിലായോ? സ്വന്തം പാർട്ടിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വരെ രാഹുലിനെ ഒതുക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ രാഹുലിനെ സപ്പോർട്ട് ചെയ്യാൻ പോലും ഒരു നാറികളും, സ്വന്തം പാർട്ടിയിലുള്ള ഒരു നാറികളും വരാത്തതിൻ്റെ കാരണം തന്നെ. രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു കേസുമായിട്ട് റിട്ടയർഡ് SP പറയുന്ന ഒരു കാര്യമുണ്ട്. അത് നിങ്ങളും കൂടെ കേട്ടു. അത് പുള്ളി പറയുന്ന കറക്റ്റ് കാര്യമാണ്. ഈ ഒരു കേസിൽ ഇപ്പം ഒന്നാമത്തെ പെൺകുട്ടി കൊടുത്ത പരാതിയിലോ അല്ലെങ്കിൽ രണ്ടാമത്തെ പെൺകുട്ടി കൊടുത്ത പരാതിയിലോ രാഹുലിനെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ഈ ഒരു കേസിൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ് കിടക്കുന്നത്. എന്തായാലും പുള്ളി പറഞ്ഞതും കൂടെ നിങ്ങളൊന്ന് കേട്ടു നോക്കും. രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കത്തില്ല എന്ന് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് ചെയ്താലും കേസ് പറഞ്ഞ് അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തി അയാൾ ട്രയൽ ഫേസ് ചെയ്യണം, പോകണം. അതിനകത്ത് അങ്ങനെ പ്രശ്നം. കാരണം അത് ഇനി സമൂഹത്തിൽ നമ്മൾ അറിയാമല്ലോ, സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതിന്റെ പേര് എത്ര കേസുകളാണ് ഇന്ത്യയിലുള്ളത്. കേരളത്തിൽ തന്നെ എത്ര കേസുകളായി. അതുകൊണ്ട് യഥേഷ്ടം സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തും പറയുന്ന ആൾക്കാർക്കൊക്കെ ഓരോ പാഠങ്ങൾ ലഭിച്ചു തുടങ്ങിയില്ല. സ്ത്രീ ആയാലും ശരി, പുരുഷനായാലും ശരി, അവർക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നമുക്ക്
നല്ല രീതിയിൽ വിമർശിക്കട്ടെ, ഒരാൾ നന്നാകാൻ ഉദ്ദേശിച്ചുകൊണ്ട് അല്ലെ രാജ്യത്തിന് ഗുണകരമായ രീതിയിൽ വീക്ഷിക്കട്ടെ. അല്ലാതെ ഒരു വ്യക്തിയെ വിക്ടിമൈസ് ചെയ്ത് അയാളെ നശിപ്പിക്കാൻ അയാളെ ആത്മഹത്യ വക്കീലേക്ക് വിടുന്ന തന്ത്രത്തിലുള്ള സംസാരങ്ങൾ പുരുഷനായാലും സ്ത്രീ ആയാലും. ഒരു റിട്ടയർഡ് SP ആണ് പറയുന്നത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് സുഖമായിട്ട് ഇറങ്ങി വരാം. കാരണം അങ്ങനെയാണ്. കാരണം നമുക്ക് ഒരു കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് ചിന്തിക്കാവുന്നൊരു കാര്യമാണ്. കാരണം ഒരു പെൺകുട്ടിയുടെ സമ്മതപ്രകാരം ആ പെൺകുട്ടിയും ഒരാളോട് ഇറങ്ങിപ്പോയിട്ട് എല്ലാ സുഖങ്ങളും അനുഭവിച്ചതിന് ശേഷം അവസാനം അവർ തെറ്റിപ്പിരിയുന്ന ഒരു സമയത്ത്, എന്തെങ്കിലും ഒരു കാരണത്തിൽ തെറ്റിപ്പിരിയുന്ന സമയത്ത് അവൻ എന്നെ പീഡിപ്പിച്ചു, എന്നെ ഈ പറഞ്ഞിട്ടുള്ള ശാരീരികമായിട്ടും മാനസികമായിട്ടും എന്നെ മുറിവേൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് അതിന് എന്തർത്ഥമാണ് ഉള്ളതെന്നാണ് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ തുല്യനീതിയായിരിക്കണം, സ്ത്രീക്കും പുരുഷനും തുല്യമായിരിക്കണം. ശിക്ഷിക്കുന്നെങ്കിൽ ഇവർ രണ്ടുപേരും ശിക്ഷിച്ചോട്ടെ. ഇതിൽ രാഹുൽ മാങ്കൂട്ടം മാത്രം എങ്ങനെയാണ് തെറ്റുകാരനാവുന്നത് അല്ലേ? ഇവിടെ ഈ അതിജീവിതയായിട്ടുള്ള പെൺകുട്ടികൾ മാത്രം എങ്ങനെയാണ് ശരിയാവുന്നത്? ഇവിടെ രണ്ടുപേരെയും പരസ്പര സമ്മതത്തോടു കൂടിയാണല്ലോ ഇവരൊക്കെ ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചത്. എന്നിട്ട് പിന്നെ എല്ലാം കഴിയുമ്പോഴത്തേക്കും ഒരാളെ തലയിലിട്ട് വെള്ളം ഒഴിച്ചിട്ട് പോകുന്ന ഒരു ഇതുണ്ടല്ലോ, അതൊട്ടും ശരിയായില്ല.